സിംഹത്തിൻ ഗുഹയെനിക്കേകിയാലും പാവവഴിയിൽ എന്നെ വലിച്ചെറിഞ്ഞാലും ഉള്ളം കലങ്ങും പ്രതിസന്ധികളെ വീഴാതെ നിർത്തേണമേ. എന്നെ നീ വീഴാതെ നിർത്തേണമേ. ഉള്ളം കലങ്ങും പ്രതിസന്ധികളെ വീഴാതെ നിർത്തേണമേ. എന്നെ നീ വീഴാതെ നിർത്തേണമേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 22-ാം സങ്കീർത്തനത്തിൻ്റെ 20 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. വാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരുടെ കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 22-ാം സങ്കീർത്തനത്തിൻ്റെ 20 മുതൽ നമ്മൾ വായിക്കേണ്ട ഒരു ഭാഗം. എന്നാൽ ഇത് 22 സങ്കീർത്തനം എല്ലാവരും തന്നെ എല്ലാ സഭകളിലും ദുഃഖ വെള്ളിയാഴ്ച വായിക്കുന്നൊരു ഭാഗം കൂടിയാണ്. ദാവീദ് രാജാവിൻ്റെ ഈ വലിയ അനുഭവത്തിൽ എത്രയേറെ കഷ്ടതകളുടെ നടുവിലാണ് എന്നുള്ളത് നമ്മൾ വചനഭാഗം വായിക്കുമ്പോൾ അറിയാം. എന്നിട്ടും പ്രത്യാശയ്ക്ക് ഭംഗമില്ലാതെയുള്ള പ്രാർത്ഥനയാണ്. അതാണ് ഇവിടെ കേൾക്കുന്നത്. വാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. ഇവയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. അപ്പോഴും കാട്ടുപോത്തുകളെ കണ്ടിട്ട് വലിയ സംഭവമായിട്ട് ഓടിപ്പോകാതെ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിന്നും കർത്താവ് ഉത്തരം തരുന്നുണ്ടെന്ന് അത്ര പ്രത്യാശയോടെയാണ് മുമ്പോട്ട് പോകുന്നത്. ഒന്നിനെയും ഭയപ്പെടാതെ കർത്താവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ദൈവം ഏൽപ്പിച്ച മനോഹരമായ ശുശ്രൂഷ ചെയ്തു പോരുന്ന ദാവീദ് രാജാവിനെ നേരിട്ട ഏത് പ്രശ്നങ്ങൾക്ക് മുമ്പിലും പ്രാർത്ഥന എത്ര വ്യക്തമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ, ഹല്ലേലൂയ, സ്തോത്രം, നീ എനിക്ക് ഉത്തരമരുളുന്നു എന്ന് അതും അനുഭവിച്ചുകൊണ്ടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ചെറിയ സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു നിരാശയുടെയോ ഒരു ശത്രു നിമിത്തമുള്ള പ്രശ്നങ്ങൾ, അതിരൂക്ഷമായിട്ടുള്ള ഞെരുക്കങ്ങൾ ഒക്കെ കടന്നു വരുമ്പോൾ പലപ്പോഴും പലരുടെ വിശ്വാസം കെട്ടുപോകും. ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ, ഇനി എന്നാണ്? എന്നാൽ വാഗ്ദത്തം ചെയ്ത ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആ വാഗ്ദത്ത കാലം വരെയും ഒന്ന് കാത്തിരുന്നാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, കാത്തിരിക്കുന്ന ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളും. ഉറപ്പാ. ആ ഉറപ്പ് തരാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കത്തില്ല. അപ്പോഴാണ് പ്രശ്നങ്ങളുടെയൊക്കെ നടുവിലാണ് നമ്മളെ കൈവിട്ട് എല്ലാവരും ഓടുന്നത്. ഈ സാഹചര്യത്തിൽ എല്ലാവരും പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും, എങ്ങനെയാകും, ഇനി മുമ്പോട്ടെങ്ങനെ, ഈ ഒരു ആകുല ചിന്തയൊന്നും നമ്മൾ ലോകത്തെ നോക്കരുത് ദൈവമക്കൾ. ദൈവത്തെങ്കിലേക്ക് നോക്കിയവരാരും ഒരു നാളും ലജ്ജിച്ച് പോയിട്ടില്ല. അവങ്കിലേക്ക് നോക്കിക്കൊണ്ട് ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എനിക്ക് ഉത്തരം തരുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് എതിർപ്പെടുന്നത് കാട്ടുപോത്തുകളായിരിക്കട്ടെ, സിംഹമായിരിക്കട്ടെ, ഏത് വിധത്തിലുള്ള വന്യജീവികളും ആയിരിക്കട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവയെ കണ്ട് നമ്മൾ ഭയപ്പെടുകയല്ല, ഭയപ്പെട്ടു ഓടുകയല്ല. അതിൻ്റെ നടുവിലും എനിക്ക് ഉത്തരം തരുന്നൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചത് നല്ല മനസ്സോടെ കൃപയോടെ ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ മനോഹരമായ തിരുവചനങ്ങളെ കർത്താവെ വിശ്വസിക്കുന്ന മക്കൾക്ക് പ്രത്യാശ നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൂത് കർത്താവെ അവിടുന്ന് ദാനമായി തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. തളർന്നു വീഴുന്ന സമയത്തും താങ്ങായി തണലായി കൂടെ നിൽക്കുന്ന കർത്താവെ യേശുവേ സ്തോത്രം. അവിടുന്ന് പൂർവ്വപിതാക്കന്മാരെയും അപ്പോസ്തലന്മാരെയൊക്കെയും വഴി നടത്തിയ ആ മഹത്വം കർത്താവെ, എന്ന തിരുവചനത്തിലൂടെ ദാവീദ് രാജാവ് തൻ്റെ വിശ്വാസത്തിൽ ദൈവസന്നിധിയിൽ തേജസ്സേറിയ ശുശ്രൂഷ ചെയ്തു എന്ന്
അടിയങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഈ തിരുവചനങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം. അതേ പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. ഭയം കൂടാതെ യേശുവേ സ്തോത്രം, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ, പ്രശ്നങ്ങളുടെ നടുവിൽ എനിക്ക് എൻ്റെ കർത്താവ് ഉത്തരം തരാതെ പോകുകയില്ല, എന്നെ രക്ഷിക്കുന്നവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ച് ഇറക്കിക്കൊണ്ടുവന്ന കർത്താവിലേക്ക് മാത്രം നോക്കി കർത്താവെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ എല്ലാവരെയും സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.